എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് രാമക്കൽ മേട്ടിലേക്കാണ്. മൂന്നാർ കുമളി വഴി ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരമുണ്ട് രാമക്കൽ മേട്ടിലേക്ക്. നമ്മളിപ്പോൾ രാമക്കൽ മേടിൻ്റെ മുൻഭാഗത്ത് എത്തിയിരിക്കുകയാണ്. വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇത് രാമക്കൽ മേട് ടൂറിസം പ്രൊജക്റ്റിൻ്റെ ഗേറ്റാണ്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് മുകളിലേക്ക് പോകാം. രാമക്കൽമേട് പ്രധാനപ്പെട്ട കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കയറുന്നത്. തൊട്ടടുത്ത് മറ്റ് 1-2 വ്യൂ പോയിൻ്റ് കൂടി ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ പേര് കുറവൻ കുറത്തിമല എന്നാണ്. എല്ലായിടങ്ങളിലും നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോയി വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ജീപ്പ് സൗകര്യമുണ്ട്. അതിൻ്റെ ചാർജ് കൊടുത്താൽ നമ്മളെ എല്ലാ സ്ഥലങ്ങളിലും അവർ കൊണ്ടുപോയി കാണിച്ചിട്ട് തിരികെ കൊണ്ടുവരും. മുകളിലെത്തിയാൽ നല്ല കാഴ്ചകളുണ്ട്. താഴെ തമിഴ്നാടിൻ്റെ അടുത്തുള്ള ഗ്രാമപ്രദേശങ്ങൾ നമുക്ക് വളരെ ദൂരത്ത് കാണാൻ സാധിക്കും. രാമക്കൽമേടിൻ്റെ പ്രധാന കുന്നിൻ്റെ മുകളിൽ നിന്നാൽ ഓപ്പോസിറ്റ് കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണത്. അതിലേക്ക് വാഹനം പോവില്ല, നടന്നു പോകേണ്ടി വരും. കുറച്ചധികം നടക്കേണ്ടതുണ്ട്. ജീപ്പ് സൗകര്യം ഇവിടെ നിന്ന് ലഭ്യമാണ്. അവർ നമ്മളെ അവിടെ എത്തിച്ച് കാണിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവരും. ബാത്റൂമിൽ പോയോ? രാമക്കൽമേടിൻ്റെ പ്രധാനപ്പെട്ട കുന്നിൻ്റെ മുകളിൽ, അതായത് വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത്. കുറവൻ കുറത്തിമല എന്ന കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് കുറവനും കുറത്തിയും. രാമക്കൽമേട്ടിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണിത്. കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളും കൃഷിത്തോട്ടങ്ങളുമൊക്കെ നമുക്ക് വളരെ ദൂരത്തായിട്ട് കാണുവാൻ സാധിക്കും. മുകളിൽ നിന്നും താഴെ തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളാണ് വളരെ വിദൂരത്തായി കാണുന്നത്. ആൾക്കാർ താമസിക്കുന്ന വീടുകളും കൃഷിത്തോട്ടങ്ങളും ഒക്കെയാണ് കാഴ്ചയിലുള്ളത്.
ഇതൊരു മനോഹരവും അതിശയിപ്പിക്കുന്നതുമായ കാഴ്ചയാണ്. വളരെ ഉയരങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ തമിഴ്നാടിൻ്റെ താഴ്ചയിലുള്ള കാഴ്ച കാണുന്നത്. നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇതിന് എതിർവശത്തുള്ള മറ്റൊരു വ്യൂ പോയിൻ്റാണ്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഇതിലും മനോഹരമായ കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. വളരെ ആഴങ്ങളിൽ തമിഴ്നാടിനെ നമുക്ക് ദർശിക്കുവാൻ ഇതിൻ്റെ മുകളിൽ നിന്നും സാധിക്കുന്നതാണ്. രാമക്കൽമേടിൻ്റെ വിശേഷങ്ങളിവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മറ്റൊരു മനോഹര കാഴ്ചയുമായി എത്തും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.